എടി പിള്ളാരെ, ദേ അവര് വന്നു. ഞാൻ പറഞ്ഞില്ലേ എന്റെ പുന്നാരനിയത്തി ഇവിടെ തന്നെ കാണുമെന്ന്. നിന്നെ എപ്പ കെട്ടിയെടുത്തു? കെട്ടിയെടുത്തില്ലെങ്കിൽ എനിക്കല്ലേ റോണിച്ചായ നഷ്ടം. ജമാലിക്ക ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനങ്ങള് അച്ചായൻ വല്ലയിടത്തും പോരുന്ന സ്മോളും വീശി മറന്നിട്ടോണ്ട് പോരും. എന്താണ് ഇവളീ പറയണേ? ഒന്നുമില്ലെന്റെ ഉമ്മ. കഴിഞ്ഞ പ്രാവശ്യം ഇവൻ റീനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സാരി ഞാൻ എവിടെയോ മറന്നു വെച്ചു. അതിനെ കുറിച്ച് പറഞ്ഞ കാലം പോന്ന പോക്കെ. സ്വന്തം വീട്ടിൽ പോലും ഒരു വെയിറ്റ് വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയാണ്. എന്ത് ചെയ്യാം? പതിവുള്ള കോട്ട കൊടുത്തേക്കാം. ഇത് റീനയ്ക്ക്, ഇത് നിനക്ക്. രണ്ടും ഒരേ ക്വാളിറ്റിയാണ്, ഒരേ വിലയും. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടും കൂടി തമ്മി തല്ലണ്ട. ഇത് ഉമ്മയ്ക്ക്. കോഴിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ. അയ്യോ, ഒന്നും അറിയാം മക്കളെ. ഇപ്പോഴെങ്ങും വിളമ്പണ്ട. സാവകാശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളമ്പിയാ മതി. ഏതായാലും ഐശ്വര്യമായിട്ട് കൈക്കൂലിയെന്നല്ലേ, ഞങ്ങളും കൂടെ സഹായിക്കാം. ഇത് സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇട്ടു നോക്കാൻ വേണ്ടി പോവുക. ഇവളുമാരെ നമ്മക്ക് അറിഞ്ഞൂടെ? ഓരോ തവണയും വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മയോട് പറയുന്ന സ്ഥിരം വാക്ക ബിസിനസ് സംബന്ധമായ യാത്ര, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. പാവ ഉമ്മ, എത്ര നാളാ നമ്മളീ എന്നുള്ള പറഞ്ഞ് പറ്റിക്കുന്നേ. ഈ കുറുക്ക് വഴി ഉപേക്ഷിച്ച് റോണിയും ജമാലും യഥാർത്ഥത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നത് വരെ ഇത് പറഞ്ഞേ പറ്റൂ. നീ വാ, കോഴിക്കറി നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിച്ചു. റോണി, റോണിയേ, റോണി. ആ ദിനകുട്ടി, റോണി എവിടെ? റോണിച്ചാൻ ഇപ്പോഴൊന്നും നേരം വെളുക്കില്ല. അവ ഇതുവരെ എഴുന്നേറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? പറ്റിയ പാർട്ടിയല്ലേ കൂട്ട്. രാവിലെ ചൂടാവാതെ കാര്യം പറ. ഒന്നുമില്ലെന്നേ. ഇന്നലെ ഫുൾ ഫോമിലായിരിക്കും ലാൻഡ് ചെയ്തല്ലേ? അയ്യടാ, ഒരു ഇന്നസെന്റ് ബേബി. ഇവിടുന്ന് ജമാലിക്ക റോണിച്ചാനെ വിളിച്ചോണ്ട് പോയപ്പോ 2 കാലയിലായിരുന്നു. പക്ഷെ വന്നത് 4 കാലയിലാ. അള്ളാഹ് ഞാൻ അറിഞ്ഞില്ല. നീനക്കറിയാലോ, നമുക്ക് മദ്യ ആറാമാണ്. ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ അവനെ ഒന്ന് ഉപദേശിക്കാം. റോണി, എഴുന്നേക്കാം. എന്താടാ ഇത്? എന്തൊരു ഉറക്കോടാ ഇത്? വെളുപ്പാൻ കാലത്ത് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. മണി 10:30 നോക്ക്. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. പിടിക്കട്ടടാ, അതിനല്ലേ സർക്കാർ അയാളെ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നത്. അതല്ലടാ, നീ അയാൾക്കല്ലേ ഒരു പട്ടര ചൂണ്ടിക്കാണിച്ചത്. അത് ഇതുമായിട്ട് എന്ത് ബന്ധമാടേ? അയാളുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചത്. ആ നേരാണോ? ഇതിന്റെ 20%, അതായത് 20 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ദൈവം നമ്മുടെ ഭാഗത്താടാ. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നിർത്താനുള്ള ഏറ്റവും നല്ല ചാൻസ്. നമ്മളിവിടെ കലക്ക് കലക്കൂടാ. ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? എന്തിനാടാ കള്ളു കുടിച്ച് ചാവുന്നതെന്ന് ഞാൻ പല ടൈപ്പിൽ ഉപദേശിക്കായിരുന്നു. ഇതൊരു പുതിയ ടൈപ്പാ. പക്ഷെ ഇത് വിജയിക്കും കേട്ടോ. അരവിന്ദാക്ഷൻ കാല് വാരുവോടെ? മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ, ഇയാളെന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കൊണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ. വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കേട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കുന്ന എന്താ? നീങ്ങ പറഞ്ഞേ വാ. ചായ. എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പിള്ളി ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ, പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. എടാ, എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ട തീരുമാനിക്കേണ്ട ഞാനാ. അത് നീയല്ല. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തൂങ്ങാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാൽ മതി. എടാ, എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ എന്റെ പഴയ സ്വഭാവം വരും. ചെറ്റ 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 സ്വഭാവം. ചെറ്റ് പുകഴ്ത്തല്ലേ, സ്വയം പുകഴ്ത്തല്ലേ.
എടാ ഉം, ഉം. തെണ്ടിത്തരം പറഞ്ഞാണ്ടല്ലോ. എടാ തെണ്ടി അടിച്ച് നിന്റെ മുഖത്തിന് ഷേപ്പ് ഞാൻ മാറ്റൂ. എന്നെ അടിച്ച് ഷേപ്പ് മാറ്റണോ? ഇതെന്താ ഇങ്ങനെ? എന്ത് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി അത് ഞാൻ കറങ്ങിയാണോ? പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുവാ. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ? മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളിൽ താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യൻ ഇതും പറയുന്നോടാ. ഓ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നോ? പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈ ഇടയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ആ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ടാ തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. ആ. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ, അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ. മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോസേ. ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പിണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ് എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് ശരിയാക്കാം. ശരിയാക്കാമെന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഉം. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റട്ടെ. അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല, എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. ഉം. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ആ, ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരനെന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു, അത്രമാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഏ ഇതുവഴി ഓ മറന്നു. വീണ്ടും അമ്നേഷ്യ. ഹോ, ആ ഇത് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്. സാർ ഇവിടെ ആരും ഇല്ലേ? താങ്ക് യു താങ്ക് യു. അരവിന്ദാക്ഷൻ ഓഹോ, അരവിന്ദാക്ഷൻ കൊടുത്തയച്ചാണല്ലേ? അപ്പൊ നിങ്ങളല്ലേ അരവിന്ദാക്ഷൻ സാറ്? അത് ഞാനല്ല. പിന്നെ അരവിന്ദാക്ഷൻ മരിച്ചു. മരിച്ചോ? മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരാൾ കുറച്ച് നേരത്തെ വന്ന് ഇപ്പോണ്ട് പോയേ ഉള്ളൂ. അങ്ങേര് പച്ച ജീവയുടെ മുകളിൽ ഇരിപ്പുണ്ട്. എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? പാടോ. ചെറുക്കനെ ഉണ്ടാക്കി സ്വീകരണം കൊടുക്കാൻ പറ്റിയ ഒരു ചലക്ക് എന്താ കൊടുത്താൽ? ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തി ആരാന്നറിയോ? ഈ ഞാൻ, എന്റെ പടവാൾ. ഇങ്ങടുത്ത് വാ, എന്റെ അടുത്തൊട്ടി നിന്നാൽ നിന്നെയും 10 പേരെ കൊണ്ട് സ്വീകരണം തരാനുള്ള ഒരു അവസ്ഥ പടവാൾ വഴി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ചപ്പടാച്ചടിക്കാതെ വിശ്വാ. ഇന്ന് വരെ തന്റെ കൊടുവാൾ പടവാൾ എന്തു ആളായാലും 10 കോപ്പി തികച്ചു വിറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എടാ, എന്റെ പടവാളിനെ തൊട്ട് കളിച്ചാൽ നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? തൽക്കാലം പഠിച്ചോ? കൺഗ്രാചുലേഷൻ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. സോറി, ഇപ്പൊ ടൈമില്ല. സാർ പ്ലീസ്. സാർ ഇന്നലെ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചില്ലേ? ഓ പിടിച്ചു. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നവരാണെങ്കിൽ ഓഫീസിലേക്ക് വരും. ഓഫീസിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല സാർ. ആരാണ് ഇൻഫർമേഷൻ തന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളകം പൊയ്ക്കോളാം. അത് പുറത്തു പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ സീക്രട്ട്. പുറത്താരോടും പറയണമെന്നില്ല സാർ, ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാ?
എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് അവനെയാണ്, ആ ഇൻഫോർമറെ. സാറ് പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? എന്നെ വെരട്ടി ഇൻഫോർമർ ആരാണെന്ന് അറിയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. അത് ശരി. രാഘവ, ഞാൻ ചോദിച്ചിട്ട് സാറ് പറയുന്നില്ല. നീ തന്നെ സാറിനോട് ചോദിക്ക്. ഒന്ന് മയത്തി ചോദിച്ചാ മതി, അപ്പ സാറ് പറയും. എനിക്കൊരു illusion. എന്താ? ഒരു സെൻസേഷൻ ന്യൂസിനുള്ള സ്കോപ്പ് ഉണ്ട്. വാ, ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ ഞാൻ വരണോ? വരണം. എവിടെ പോലീസ്? പോലീസ് പട്ടാളാണ്. എടാ, എന്റെ കൊങ്ങയെ കയറി പിടിച്ചപ്പേ ഞാൻ പ്ലീസ് പ്ലീസ് പറഞ്ഞതാ. വേദന കൊണ്ട് അത് പോലീസ് പോലീസ് ആയി പോയത്. എന്നാ തനിക്ക് നേരത്തെ പ്ലീസ് പ്ലീസ് പറഞ്ഞു കളിച്ചൂടായിരുന്നു? നേരത്തെ വിളിക്കാടാ, ഫസ്റ്റ് അടിക്കുന്ന എന്റെ ബുദ്ധി മരവിച്ചു പോയില്ലേ. അത് വണ്ടേ മരവിച്ച് കിടക്കല്ലേ? എടാ, ഇത്. വിട്, വിട്, വിട്. വിടോ.